അങ്ങനെ ജോൺ ഹെവൻ അവരുടെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹായ് എന്ന് ജോൺ ഹെവൻ പറയുന്നു. അപ്പോൾ ഹലോ ഐ ആം ജാക്ക് എന്ന് പറഞ്ഞിട്ട് ജാക്ക് പരിചയപ്പെടുന്നു. പിന്നെ ആഡം പരിചയപ്പെടുന്നുണ്ട്, മാഡം പറഞ്ഞിട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നമ്മളെ കേസിൻ്റെ ഇതൊക്കെ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി, ഒരു 1 ലൈൻ പോലെ അങ്ങനെ ഒന്ന് തരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയേനെ എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പം ഓക്കെ ഹെവൻ, വി വിൽ പ്രൊവൈഡ് ദാറ്റ് എന്ന് ജാക്കും പറയുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഒരു അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം ഒരു വീട്ടിൽ അതൊക്കെ അവന് കഴിഞ്ഞു വിട്ട ഹെവന് മുഴുവൻ കഥയും പറഞ്ഞു കൊടുത്തു. ഓ ഓക്കെ, അപ്പം നിങ്ങൾ ബാങ്കിനെയാണ് സസ്പെക്റ്റ് ചെയ്യുന്നതല്ലേ? അല്ലാണ്ട് മറ്റൊരു സസ്പെക്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ. ഓക്കെ. അപ്പോൾ അവൻ സിമ്പിളി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ജാക്ക് സാർ, അത് 3 ട്രാൻസാക്ഷൻ നടന്നതെന്നല്ലേ പറയുന്നത്? വെച്ചാൽ പോയവർക്ക് അത് വേറെ ഏറ്റു. എന്നാൽ ആ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ്സിൽ ഏത് ഇതിലേക്കാണ് പോകുന്നത് ഉണ്ടാവുമല്ലോ. എല്ലാം ഗവൺമെൻറ് ഇതിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഇനി ഗവൺമെൻറ് സ്കാം ചെയ്തതാകാം, അല്ലെങ്കിൽ ഒരു തെറ്റ് പിടിച്ചതാകാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് വേറെ ഇതൊന്നാക്കി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലോ, എന്ന് വെച്ചാൽ ബാങ്ക് ഡയറക്റ്റ് പോകാത്ത രീതിയിൽ തന്നെ സ്കാമർ വെച്ചിട്ടുണ്ടെങ്കിലോ, അപ്പം അങ്ങനെ വന്നുകൂടെ ചോദിക്കുക. അപ്പോഴാണ് ജാക്ക് ഞെട്ടിപ്പോയിക്ക്. അപ്പോൾ ജാക്ക് ചോദിക്കുക, ഇതൊന്നും നമുക്ക് തോന്നാതെ ഏടാവും എന്ന് ചോദിക്കുക. അതവനെ എങ്ങാറ്റ ആൾക്കാർ വന്നാലേ പവറാകും എന്ന് ഞാൻ പറഞ്ഞില്ലേ ജാക്ക് ഏടം പറയാം കേട്ടോ. അപ്പം ജാക്ക് ചോദിക്കുക, അതപ്പോൾ എന്തായാലും നിങ്ങൾ നിർത്തിയേ, വേറൊരു ഡൗട്ടുണ്ട്. ഇത് അങ്ങനെ ഇതാക്കുകയാണെങ്കിൽ പലതും പലതാണെങ്കിൽ, അല്ലെങ്കിൽ അൺകൺവിൻസിങ് ആണെങ്കിൽ ചിലപ്പം ബാങ്കും ആകാമെന്ന് ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ എന്ന് പറയുക. അപ്പം ജാക്കിന് ഒരു ഡൗട്ട് തോന്നി. അല്ല, ഇതൊക്കെ ഒരു സെയിമായിട്ട് തന്നെ വിചാരിക്കുക, അപ്പോൾ അത് കൺവിൻസിങ്ങുമാണ്. അപ്പം നമുക്ക് സ്കാമറിനെ കിട്ടിയില്ലേ, കഴിഞ്ഞില്ലേ എന്ന് ജാക്ക് ചോദിക്കുകയാണ്. പ്രോബബിലി കഴിഞ്ഞിട്ടുണ്ടാവും സ്കാമർ അത്ര വിഡ്ഢിയാണെങ്കിൽ. ബട്ട് ഇത്രതായിട്ട് സ്കാം ചെയ്യാൻ അറിയുന്നവനത് മാറ്റാനും അറിയണ്ടാവുമെന്നാണ് ഇവൻ തിയറിയായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്ന് ജാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഹെവന് ഇവിടെ നല്ലേനു കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ചൊന്ന് അപ്പുറത്തായിരുന്നു ആ റൂമിൻ്റെ. അവിടെ റുബിക്സ് ക്യൂബ് ഇങ്ങനെ ഓടവിലോട്ട് ടവർ പോലെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് 5x5 അടിയിൽ 2 3x3 അതിൻ്റെ മേലെ, പിന്നെ ഒരു 2x2 അതിൻ്റെ മേലെ. എന്നാൽ അങ്ങനെ ഇടുന്നു. എന്നാൽ ബാക്കി 3 മാറ്റിയിട്ടില്ലേ, 5x5 റുബിക്സ് ക്യൂബ് എടുക്കുകയാണ്. അന്നേരം അതെടുത്തിട്ട് ഇവരെ മുൻപ് കാണിക്കുകയാണ്. ഇതാണ് ഒരു റുബിക്സ് ക്യൂബ്. ഇത് പിന്നെ കേസായിട്ട് കരുതുക. ഇതിപ്പം സോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ അത് അൺസോൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് കേസ്. പല രീതിയിൽ അങ്ങനെ കേസുകൾ പോസിബിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ സോൾവ് ചെയ്യുന്ന വേ സെയിം തന്നെയല്ലേ, സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്കല്ലേ ഇപ്പോൾ. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ജാക്ക് ഇവനാരടാ എന്ന് ചോദിക്കുക. അപ്പം ആഡം പറയാം, ചെൽസീൻ്റെ മാനേജർ. എന്ത് ജാക്ക് ചോദിക്കുക. അപ്പോൾ ഇവൻ പറയുക, ഐ മീൻ ഫിലോസഫർ. ഫിലോസഫർ തന്നെ ജാക്ക് പറഞ്ഞുകൊണ്ട് ആ സീൻ ബാക്കൗട്ട് ചെയ്യാണ്. അങ്ങനെ അവർ ബാങ്കിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അന്നേരം അതിൽ നോക്കുമ്പോൾ അത് ഇതിൻ്റെ അകത്ത് ടോളിൻ്റേതായിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഇതിലേക്കല്ലേ പോകുന്നത് എന്ന് ഡൗട്ട് വരികയാണ് ജാക്കിന്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേര് സംഭവത്തിൽ തന്നെയാണ് പോകുന്നത് അവന്. നോക്കട്ടെ എന്ന് ഹെവൻ പറയാണ്. ശരിയാണല്ലോ. അപ്പോൾ ഹെവനും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എടാ ഞാനൊന്ന് നോക്കട്ടെ അറിയാം. ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ആ ടോളിലെ എന്താ ഗ്ലിച്ച് പറ്റിയതായിരിക്കും. ഗവൺമെൻറ് പറഞ്ഞ പൈസ ഇതൊക്കെ ഫ്രീ ആക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഹെവനെ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ ജാക്ക് ചോദിക്കുകയാണ്. നിനക്ക് പ്രത്യേകിച്ചൊരു പണി ഉണ്ടായിട്ടുണ്ടല്ലോ, എത്തോട്ടെന്ന് കേസ് കഴിഞ്ഞല്ലോ എന്ന് ജാക്ക് പറഞ്ഞു. അപ്പോൾ ഏടാൻ പറയുന്നത്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് പോരാട്ടോ, അമ്മമാർ ഗവൺമെൻറ് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചടിച്ചിരിക്കും. ഹെവന് നോക്കാൻ പോകുക. അപ്പോൾ എൻ്റെ സ്പെല്ലിംഗ് എത്തുമ്പോൾ ചെറിയ തെറ്റുണ്ടായിരുന്നു, ചെറിയ മൈന്യൂട്ട് തെറ്റാ. അപ്പോൾ ഇതെന്താ സ്പെല്ലിങ്, ഇത് വേറെ ഏതോ വെബ്സൈറ്റാണ് എന്ന് ഹെവൻ പറയുകയാണ്. അതോടെ ജാക്കും ആഡും നിൽക്കുകയാണ്. ഇത് വേറെ വെബ്സൈറ്റാണോ?
ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ഷെൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു പേപ്പർ അനങ്ങുന്ന സൗണ്ട് കേൾക്കുകയാണ് ബാക്കിൽ നിന്ന്. അപ്പം നോക്കിയപ്പോൾ ഒരു പൂച്ച അകത്ത് കയറിയാണ് സംഭവം. ഓ, ദിസ് കാറ്റ് ഓൾമോസ്റ്റ് സ്കേർഡ് മീ എന്ന് എടാൻ പറയാം. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തിനാ ഉമ്മ ഇൻവെസ്റ്റിഗേഷൻ എവിടെ എത്താണ്ട് ആൾക്കാർ നോക്കുന്നത്, അതാകുമ്പോൾ ഓർക്ക് തന്നെ ഒരു കുവാകുമല്ലോ എന്ന് ഒരു വിചാരിക്കുമല്ലോ. ശരിയാ, ഓരെ പിടിച്ചിരിക്കുകയാണ് നമുക്ക് ഇത് കുവായേനെ എന്ന് ഹെവനും പറയുന്നുണ്ട്. അതോടെ ഒരു ആ ഷെൽ അക്കൗണ്ട് നോക്കുകയാണ്. ബട്ട് ഇതെങ്ങനെയാണ് ഷെൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവുക? അവിടെ എന്താ അത് ടോണിൻ്റെ സ്കാനറിൻ്റെ അവിടെ എന്തെങ്കിലും ഗ്ലിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്ന് നോക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരു കേസ് പോലെ ഉണ്ടെന്ന് ഏടൻ പറയുകയാണ്. എന്താണ് കേസ് എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ സ്കാനിങ്ങിൻ്റെ 1-2 സാധനം കാണാതെ ആയിപ്പോയ പോലത്തെ കേസാണ്. അന്നേരം ഇവനത് എടുത്ത് കൊണ്ടുപോയിട്ട് എന്താ കാട്ടുന്നത് എന്നായിപ്പോൾ ഹെവന്. ഇതിപ്പം പണി ഭാവിയല്ലോ, ഇതിപ്പോൾ എങ്ങനെ കിട്ടും? എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. ഏതൊക്കെ സ്ഥലത്താണത് ഇതായതെന്ന് നോക്കാൻ. അപ്പാണ് ഏടൻ പറയുന്നത്, അയ്യോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് കാലിഫോർണിയയില. എന്ത് കാലിഫോർണിയത്തെ ഇതിന് ഇവിടെ എന്താ ബന്ധം? എന്തായാലും കാലിഫോർണിയയിൽ പോയി നോക്കാമല്ലേ എന്ന് ജാക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കാം. ഇത് ഇനിയിപ്പോൾ ഇവിടുത്തെ ആണോ എന്നറിയില്ല, എന്തായാലും പോവാം എന്ന് പറയുക. അപ്പാണ് ഹെവൻ പറയുന്നത്, ഞങ്ങൾ നേരത്തെ ഓണേഴ്സിൻ്റെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നു, അത് എനിക്കൊന്ന് പറഞ്ഞു തന്നില്ലായിരുന്നു. അത് ആടൻ പറഞ്ഞായിട്ടും ജാക്ക് പറയുന്നത്. ജാക്ക് പോകാൻ പ്രിപ്പറേഷന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആടൻ പറയാണ്, ഓക്കെ ഹെവൻ വന്നോ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞിട്ട് എവിടെ മറ്റേ ലിസ്റ്റ് കാണിക്കാണ്. അപ്പോൾ ഹെവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൽ അങ്ങനെ കോമൺ ആയിട്ട് ഓണേഴ്സ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരാളുണ്ട്, ഒരു സെസ്കോഡി മേബിയ പറഞ്ഞത്, പിന്നെ 2 കോണറും കൂടി ഉണ്ട് അത് നടന്നത്. അങ്ങനെയാ? പക്ഷേ ബാങ്കായിട്ട് സ്കാമില്ല എന്നല്ല ഇപ്പം നിഗമനത്തിലെത്തിയതെന്ന് ചോദിക്കുന്നുണ്ട് ഹെവനോട്. ശരിയാണ്, എന്നാലും നോക്കണ്ട. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഷെല്ലിൻ്റെ ഇത് കിട്ടിയിട്ട് പോകും. ഇനിയിപ്പോൾ എത്ര എണ്ണം കളക്ട് ചെയ്യാണ്ട്, അതൊക്കെ നീ ഒന്ന് സംഘടിപ്പിക്കുകയോ ചോദിക്കുകയാണ്. അയ്യോ അത് ജാക്കിനോട് പറയാൻ മറന്നുപോയി പറഞ്ഞിട്ട് ഏടൻ ജാക്കിനെ വിളിക്കാൻ പോവാം കേട്ടോ. അപ്പം ഹെവൻ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് വീണ്ടും ഒന്ന് ഡീപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. സെസ്കോ ഡിമേവിയ അല്ലേ? അതല്ലാണ്ട് വേറെ ആരെയും കാണില്ലല്ലോ. ഇവിടെ എന്താ ബില്യനെയറൊന്നും ഇല്ലേന്ന് നിൽക്കുക. നീ സെസ്കോൻ്റെ സ്ഥലം എവിടെയാന്ന് നോക്കുകയാണ്. ന്യൂയോർക്കിലാണല്ലേ വീട് ഓഫീസൊക്കെ? ഇപ്പം ന്യൂയോർക്ക് ഉണ്ടാവണം ചാച്ചല്ല, എന്നാലും ന്യൂയോർക്ക് പോയി ഒന്ന് കണ്ടാലോ ഒന്ന് ഹെവനൊന്ന് സ്വന്തം ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം ആഡം ജാക്കിനെ അത് വിളിച്ച് പറഞ്ഞിട്ട് വരികയാണ്. കുറച്ച് ഡീറ്റെയിൽസും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ചിലത് സെയിമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് ഇപ്പോൾ ഷെൽ അക്കൗണ്ടിലേക്കും ചിലത് ലിങ്ക്ഡ് അല്ലാത്ത ഷെൽ അക്കൗണ്ടിലേക്കും എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം, ഒരു പിടി കിട്ടുന്നില്ലല്ലോ ഹെവൻ പറയുകയാണ്. ശരിയാ, കാലിഫോർണിയയിൽ പോയി നോക്കിയാലും ഇതിപ്പോൾ കാലിഫോർണിയത്തതല്ലേ കാണാതെ ആയിപ്പോയെ, അത് പിന്നെ പ്രോഗ്രാം ചെയ്ത് വേറെ സ്ഥലത്ത് അറ്റാച്ച് ആക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പം എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പം ഈ ഫാസ്ടാഗ് ടാക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസും ഒന്ന് ജാക്കിനോട് ഒന്ന് എടുക്കാൻ പറയുമോ? ഓക്കെ ജാക്ക് സാബിനോട് പറയാൻ പറഞ്ഞിട്ട് ഏടം ഒന്നും കൂടി അത് വിളിക്കാൻ പോവുകയാണ്. പിന്നെ മിസ്റ്റർ മാഡം, താങ്കൾക്ക് ഒന്ന് കുറച്ച് ഇൻ്റർനെറ്റിൽ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഹെവൻ ചോദിക്കുക. ഹെവനെ ഒരു പിടിയും കിട്ടുന്നില്ല. ഹേയ് ഹെവൻ, നീ ഇതൊന്നും നോക്കിയേ പറഞ്ഞിട്ട് ഏടം ഒന്ന് കാണിക്കുകയാണ്. എന്നാൽ ഇൻ്റർനെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഫാസ്ടാഗിന് കൂടുതൽ പൈസ വാങ്ങിയ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം പോലെ കാണിക്കുകയാണ്. അതിനൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മിസ്റ്റർ റോബോട്ട് ഉണ്ടെന്ന് അറിയാം. ആര്? മിസ്റ്റർ റോബോട്ട് അല്ല, മറ്റേ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററായ റോബോട്ട് എന്ന് ഹെവൻ പറയുക.